അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈ പരിശുദ്ധ റമദാനിലെ സമാധാനത്തിൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയ ഈ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച MESൻ്റെ ഈ പ്രവർത്തനത്തിനെ അഭിനന്ദിക്കുന്നു. എല്ലാവിധ ആശീർവാദങ്ങളും അർപ്പിക്കുന്നു. എന്തുകൊണ്ട് ഈ സമയം മാത്രം ഇങ്ങനെ ഇഫ്താർ തിരഞ്ഞെടുക്കുന്നു എന്നതിനെക്കുറിച്ച് ഒരുമിച്ച് കൂടുന്നവർ ചിന്തിക്കുന്നത് നന്നായിരിക്കുമല്ലോ. റമസാൻ മാസമാണ് തിരഞ്ഞെടുക്കുന്നത്. എന്തേ റമസാൻ്റെ പ്രത്യേകത? മനുഷ്യരെ പ്രകൃതിയും മനുഷ്യരെല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്നു. പ്രകൃതി നിയമങ്ങൾ അലംഘനീയമാണ്. അതിൽ മനുഷ്യരെല്ലാവരും ഒന്നാണ്. പക്ഷേ പിന്നെ വരുമ്പോൾ മനുഷ്യരിൽ വ്യത്യസ്ത സ്വഭാവങ്ങളായി മാറുന്നു. വർഗ വൈരുദ്ധ്യങ്ങൾ, തൊഴിലാളിയും മുതലാളിയും, വെളുത്തവനും കറുത്തവനും, ഭാഷത്തിലും ദേശത്തിനും വ്യത്യാസമുള്ളവനും. പക്ഷെ അവരെയൊക്കെ ഒന്നിക്കുകയാണെങ്കിലും അവരെയും കൂടി ഒന്ന് ഒന്നിപ്പിക്കണം. അതിന് മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങൾ പര്യാപ്തമാവില്ല. ദൈവിക നിയമങ്ങൾ, ആത്മീയ നിയമങ്ങൾ. മനുഷ്യനറിയാത്തൊരു കാര്യമാണ് മനുഷ്യൻ്റെ ജീവൻ എന്ന് പറഞ്ഞത്. ശരീരത്തെ നമുക്കറിയാം, പക്ഷെ ശരീരത്തിൽ ചലിക്കുന്ന ജീവനാണ്. ഈ ജീവൻ എന്താണെന്ന് ഇന്നും പഠിച്ചിട്ടില്ല. ആ ജീവൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്നതാണ് ദൈവത്തിൻ്റെ സന്ദേശം, ദൈവത്തിൻ്റെ പ്രചോദനം. ആ ദൈവത്തിൻ്റെ നിയമങ്ങൾ ഉൾക്കൊണ്ടാൽ ജീവിച്ചാലേ മാത്രമേ സമാധാനമുണ്ടാകും. ആ സമാധാനത്തിന് ഓരോ കാലഘട്ടത്തിലേക്കും അനുയോജ്യമായ വേദഗ്രന്ഥങ്ങൾ ദൈവം അവതരിപ്പിച്ചു കൊടുത്തു. മനുഷ്യർ ഒന്നായി തീർന്നപ്പോൾ, ഭാഷാപരമായും ദേശപരമായും എല്ലാ നിലക്കും ബുദ്ധിപരമായും ഒന്നായി തീർന്നപ്പോൾ എല്ലാവർക്കുമുള്ള ഒരു വേദഗ്രന്ഥം അവസാനമായി ഇറക്കി. ആ വേദഗ്രന്ഥത്തിൻ്റെ വെളിച്ചമാണ് ഈ പരിശുദ്ധ ഖുർആൻ്റെ റമദാൻ്റെ വിശേഷത. അത് ഞാൻ ഓർമ്മപ്പെടുത്തുക മാത്രമല്ല ഈ നിയമം 23 കൊല്ലം കൊണ്ട് ഇവിടെ പ്രായോഗികമാണ് എന്ന് പ്രാവർത്തികമായി കാണിച്ചു കൊടുത്തു. ഏതൊരു നിയമസംഹിതയും ആ നിയമം മുഴുവൻ പ്രാവർത്തികമായി കാണിച്ചിട്ടില്ല. ഖുർആൻ പറഞ്ഞ നിയമങ്ങൾ എന്തെല്ലാം? മുതലാളിയും തൊഴിലാളിയും പലിശ നിരോധിച്ചു, കൈക്കൂലി നിരോധിച്ചു, അതുപോലെ തന്നെ മദ്യം നിരോധിച്ചു, മനുഷ്യന് തൊഴിലാളി സമ്പന്ന പാവങ്ങളെ സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇതൊക്കെ യോജിപ്പിക്കാനുള്ളതാണ്, സമാധാനം ഉണ്ടാക്കാനാണ്. അതിവിടെ പ്രാവർത്തികമാണ്. 23 കൊല്ലം അവിടെ അതുകൊണ്ട് സമാധാനിപ്പിച്ചു. പിന്നെ 30 കൊല്ലം അത് നിലനിർത്തി. പക്ഷെ എന്നാലും മനുഷ്യനാണല്ലോ, അവരുടെ ഇടയിൽ തന്നെ കലഹമുണ്ടായി. അത് സ്വഭാവമാണ്. അത് വേദഗ്രന്ഥത്തിൽ നിന്ന് മാറിയത് കൊണ്ടാണ്. അതുകൊണ്ട് തങ്ങൾ ഉൾക്കൊള്ളുന്ന നിയമ സംഹിത ഏതാണോ അതിലേക്ക് മടങ്ങുക. അതാണ് സമാധാനത്തിൻ്റെ മാർഗം. അതിന് ഇന്ന് ലഹരിയൊക്കെ ഇതൊക്കെ ഈ പണത്തിൻ്റെ പിന്നിലാണ്. എല്ലാം സമ്പത്തുമാണ്. അതിൽ നിന്ന് മടങ്ങി നമ്മൾ സമാധാനത്തിലേക്ക് മടങ്ങിയാൽ ഈ ലോകത്തും ശാന്തമാണ്. ഈ ലോകം കൊണ്ട് ഒരു മൂട്ടയെപ്പോലെ, കൊതുവിനെ പോലെ, ജന്തുവിനെ അവസാനിക്കുന്നതല്ല. പരലോക ജീവിതം ആത്മീയമാണ്, നിലനിൽപ്പുണ്ട്, കർമ്മഫലം അനുഭവിക്കേണ്ട ജീവിതമുണ്ടെന്ന് പഠിപ്പിച്ചാലേ മനുഷ്യൻ ലക്ഷ്യബോധം ഉണ്ടാകൂ. അപ്പോൾ അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചാൽ ഈ ലോകത്തിന് സമാധാനം, മരണാനന്തരം സമാധാനം. ആ സമാധാനത്തിലേക്ക് എത്തുവാൻ സർവശക്തി നമ്മളെ തുണക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.